ആയിട്ടൊരു വൺ മാൻ ഷോ ആണ്. വേദിയിലേക്ക് എത്തുന്നു മിസ്റ്റർ അനന്ത്. ചേട്ടാ നമസ്കാരം. ടൈറ്റാനിയത്തിലെ ഉദ്യോഗസ്ഥനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ജോലിക്കിടയിലും മിമിക്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് സ്കൂൾ ടൈം തൊട്ട് മിമിക്രി ഒക്കെ ചെയ്യാറുള്ളതാണോ? സ്കൂൾ ടൈം അല്ല, പ്രീ ഡിഗ്രി മുതലാണ് എനിക്ക് മിമിക്രി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആഹാ, ഇങ്ങനെ ഒരു കല ഉറങ്ങി കിടപ്പുണ്ടെന്ന് അന്നേരം മനസ്സിലാക്കുന്നത്. പിന്നെ കോളേജിലൊക്കെ മിമിക്രി മത്സരത്തിൽ കോളേജ് തലത്തിൽ നമുക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ 96 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഓ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് രാമചന്ദ്രൻ്റെ കൗതുക വാർത്താ വായന മുതൽ അങ്ങോട്ട് 1-2 സിനിമാ നടന്മാരുടെയൊക്കെ ശബ്ദം, രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ശബ്ദം എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതിനിപ്പോൾ എന്താ, ആകാശവാണിയിലൂടെ വാർത്താ വായന രംഗത്ത് തങ്കലിപികളാൽ കുറിക്കപ്പെട്ട ഒരു ശബ്ദമാണ്, ഒരു വ്യക്തിത്വമാണ് രാമചന്ദ്രൻ്റെ വാർത്താ വായന എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കൗതുക വാർത്താ വായനയോടുകൂടി ഞാൻ തുടങ്ങട്ടെ. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇറ്റലിയിലാണ് സംഭവം. സ്ത്രീകൾ ഇനി പുട്ടികം വടിക്കുകയോ ചുരണ്ടുകയോ വേണ്ട. അവിടെ ഒരു പുരിക സംഹാരി കണ്ടുപിടിച്ചിരിക്കുന്നു അത്രേ. അധിക പുരികമുള്ളിടത്ത് ഈ പുരിക സംഹാരി പുരട്ടുകയേ വേണ്ടൂ, പുരികം താനെ പൊഴിഞ്ഞു പോകും. എന്നാൽ ഏതൊരു ഔഷധത്തിനുമുണ്ട് ഒരു പ്രതിപ്രവർത്തനം. ടു എവറി ആക്ഷൻ ദയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കഷണ്ടിക്കാരുടെ തലയിൽ ഈ ഔഷധം പുരട്ടുകയാണ് എങ്കിൽ മുടി താനെ കിളിർത്തു വരും. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം 7 ഗോളിന് അതിദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ദുഃഖസൂചകമായി 7 ദിവസം 7 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ദുഃഖസൂചകമായ അന്തരീക്ഷത്തിൽ അറിയിച്ചു. എന്നാൽ അടിച്ചാൽ തിരിച്ചടിക്കുകയില്ല എന്ന ഒരു ഗാന്ധിയൻ ആദർശമാണ് തങ്ങൾ കളിയിലുടനീളം പ്രദർശിപ്പിച്ചത് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ അതനു ഭട്ടാചാര്യ അറിയിച്ചു. കൗതുക വാർത്തകൾ ഇനി അടുത്ത ഞായറാഴ്ച 12:45. അടിപൊളി, സൂപ്പർ. മലയാള കഥാപ്രസംഗ വേദിക്ക് പുത്തനുണർവ് കൊടുത്ത മഹാനായ കാഥികൻ വി സാംബശിവൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരൽപ്പം ഞാൻ അവതരിപ്പിക്കുകയാണ്. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന കഥാപ്രസംഗം ലോക സാഹിത്യത്തിൽ ആ കഥ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ നായകൻ ഇതാ കടന്നു വരുന്നു. ഒഥല്ലോ 6-6.5 അടി പൊക്കം, അതിനൊത്ത ആരോഗ്യം, ചിരട്ടക്കഴി, എണ്ണ ചാലിച്ച് ദേഹത്തെ വാരിത്തേച്ച നിറം, കർത്താവിൻ്റെ അർദ്ധരാത്രിക്ക് ജനിച്ച പോലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ, മിസ്റ്റർ ഒഥല്ലോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഡെസ്റ്റമന, DESDEMONA, ഡെസ്റ്റമന. ഒഥല്ലോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? അദ്ദേഹം സധൈര്യം ചോദിക്കൂ. അദ്ദേഹം പറയും അപ്സരസാണെൻ്റെ ഡെസ്റ്റമൻ. ഡെസ്റ്റമന എന്ന് അദ്ദേഹം തീർത്ത് വിളിക്കുന്നില്ല, ഡെസ്റ്റമൻ. പങ്കജാക്ഷിയോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ പങ്കജാക്ഷി എന്ന് നീട്ടി വിളിക്കുമോ, പങ്കി എന്നല്ലേ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ ഡെസ്റ്റമൻ പാടുമാടും സുഹൃൽ സമ്മേളനങ്ങളിൽ. അടിപൊളി. ഇപ്പൊ ഞാൻ ബാക്കി കഥ കേൾക്കാൻ ഇരിക്കുകയായിരുന്നേ. ശരിക്കും ഒരു കഥാപ്രസംഗം കേട്ടിരിക്കണമല്ലോ. ഇത് അനുകരണമാണല്ലോ എന്നുള്ള കാര്യം മറന്നേ പോയി. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിൻ്റെ. പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. ശുഭദിനെ, അന്നൊരിക്കൽ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ എന്നെ അപമാനിച്ചു. നിന്നോട് ഇച്ചിരി ഉമിക്കിരി ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല. ആ ഉമിക്കിരി ചോദിച്ചിട്ട് തരാത്തയാളുടെ ചായ ഞാൻ കുടിച്ചതുമില്ല. മണ്ടിപ്പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ആ ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ തിലകൻ ചേട്ടൻ്റെ ഒരു വലിയ സുന്ദരമായ മനോഹരമായ ഒരു സീനുണ്ട്.
അതിൻ്റെ ഒരു വോയിസ് ഓക്കെ. ആ നവംബർ 26 എന്ന് പറയുന്നത് വൃശ്ചികപ്പത്ത് ശനിയാഴ്ച തൃക്കേട്ടയാണല്ലോ. അർക്കാരമന്ദവാരേഷു ക്രിയതേ നാദിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടയും ഒരുമിച്ച് വന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികൾ ആരെങ്കിലും കുറിച്ച് തന്നിട്ടുള്ളതാണോ? ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം. വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 25 തിങ്കളാഴ്ച നോക്കിയാൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി. ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഏറെ നന്നാവും. അറിയോ, വിശന്നു വലഞ്ഞു കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ ഈ പെൺകുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ, അതാടോ തനിച്ച് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വില കൂടിയ ശ്രീധരൻ. സൂപ്പർ. അടുത്തതായി ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ നരേന്ദ്രപ്രസാദും മോഹൻലാലും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ സീനാണ്. ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കുളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കണോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ള പരീക്ഷ. കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം നടക്കണം. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. പക്ഷേ നിനക്കറിയാം നടക്കില്ല എന്ന്. അപ്പോൾ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷ്യവുമായി വന്നിരിക്കുകയാണല്ലേ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപ്പൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റ് എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പൻ എന്ന് പേരുള്ള ചെറ്റ്, താൻ ആരാടോ? തൻ്റെ കളരിയും മർമ്മവിധിയും തരികളും നമ്പരും എല്ലാം ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ മുമ്പിൽ. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തൻ്റെ അറയിലോ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൻ്റെ ഉള്ളിലോ താൻ കൊണ്ടുവച്ചിരിക്കുന്ന തിരുവാഭരണത്തിൻ്റെ ആമാടപ്പെട്ടി താൻ തന്നെ കൊണ്ടുവരും. പുഴക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥനെയും മണ്ണ് വിട്ടു പോകും. അടുത്തതായി പഴയ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ചന്തുവിൻ്റെ പ്രസിദ്ധമായ ആ ഡയലോഗ് ഒന്ന് അവതരിപ്പിക്കുകയാണ്. പ്ലീസ്. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പം മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തിളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാർ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണ്ട നിങ്ങളുടെ നാട്ടിൽ. ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ചുകൊണ്ട് ചന്തുവിൻ്റെ ആയുധ ഇടപാട് ഒരു ചർച്ചാ വിഷയമാക്കി ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കിയാൽ എങ്ങനെയിരിക്കും എന്നൊന്ന് അനുകരിക്കുകയാണ്. അപ്പോൾ ആയുധ ഇടപാടിനെ കുറിച്ച് ആദ്യമായി നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ആയുധങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വിരട്ടാമെന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. ഊരിപ്പിടിച്ച ആയുധങ്ങളുടെ ഇടയിലൂടെ പേടിയില്ലാതെ നടന്നു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ഇനി കോഴ ഇടപാടിൻ്റെ കാര്യം പറയാം. അങ്ങനെ ഒരു കാര്യം ചന്തു ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടും അദ്ദേഹത്തിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അതിനെന്താ സംശയം? അതാണല്ലോ ഞങ്ങളുടെ നയം. ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ കോഴ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അടുത്തതായി ഈ വിഷയത്തിൽ VS അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ചുരുക്കി വിളക്കിക്കാനായിട്ട് മിസ്റ്റർ ചന്തു കൊല്ലന് 16 ഗോൾഡൻ കോയിൻസ് കൊടുത്തു എന്നാണ് ആരോപണം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് കോഴ തന്നെ, കോഴ കോഴ. താങ്ക് യു വെരി മച്ച്. സോ ആനന്ദേട്ടാ, ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ചുമ്മാതല്ല 96-ലെ യൂണിവേഴ്സിറ്റി വിന്നർ ആയത്. അന്ന് മാത്രമല്ല, അന്ന് വിന്നറായിട്ട് ഇത് മടക്കി വീട്ടിൽ വെച്ചിട്ട് ഉദ്യോഗത്തിന് മാത്രം പോവല്ലായിരുന്നു എന്നുള്ളതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ഒരു തകർപ്പൻ പെർഫോമൻസ്
ഒരുപാട് സന്തോഷം കണ്ടതിൽ. താങ്ക് യു സോ മച്ച്. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ഗെയിം സോണിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഗെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ചുണക്കുട്ടികളെ ആവശ്യമുണ്ട്. ആരാ വരുന്നത്? നമുക്ക് ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം. ഉല്ലാസേന ടീമിൽ ആരാണ് വന്നിരിക്കുന്നത്? അനന്തു. അനന്തു. അനന്തു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. 7. ഓക്കെ. മോളുടെ പേരെന്താ? ആര്യ. ആര്യ. ആര്യ ഏത് ക്ലാസ്സിലാ? 8. 8. ഓക്കെ. ഞങ്ങൾ തകർക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മാനം മേടിക്കണം കേട്ടോ. 2 പേരും നല്ലോണം മത്സരിക്കണം. അപ്പൊ ഗെയിം എന്താന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കയ്യിലെടുക്കാവുന്ന ഒരു സ്റ്റിക്ക് പോലെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സെന്റർ പോയിന്റിൽ വെക്കും. ആൻഡ് കുട്ടികൾക്ക് നമ്മൾ അവിടെ ഒരു ബോർഡർ നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ ആ ബോർഡറിൽ കളി തുടങ്ങുമ്പോൾ അവർ ആ ബോർഡറിൽ നിൽക്കണം. ഓക്കെ, ആ ബോർഡർ ലൈനിൽ നിൽക്കണം. വിസിലിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടി വന്ന് ഇത് നമ്മുടെ ഈ ഒരു ഇതിനിപ്പോ എന്താ പറയാ, ഇത് ഒരു നമ്മുടെ ഒരു ബാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും വിനോദോ? വിനോദ് വേണ്ട. നമ്മുടെ ഈ ഒരു ബാറ്റ് ഉണ്ട്, അത് അവർ വന്ന് കയ്യിലെടുക്കുക. ഓക്കെ, അത് കയ്യിലെടുത്തിട്ട് ഓടി സ്വന്തം പൊസിഷനിൽ ആ മാർക്കിന് തൊട്ടപ്പുറത്ത് കിടക്കുക. അപ്പോൾ ആർക്കാണോ കിട്ടുന്നത് അവർ അതുകൊണ്ട് വേഗം സ്വന്തം പൊസിഷനിലേക്ക് ഓടി പോവുക. അപ്പോൾ അവർക്ക് ഒരു പോയിന്റ് കിട്ടും. അവരുടെ ആ പോയിന്റ് നഷ്ടപ്പെടുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവരുടെ പോയിന്റ് നഷ്ടപ്പെടുത്തണമെങ്കിൽ പിന്നാലെ പോയി അവരുടെ മാർക്ക് കടക്കുന്നതിന് മുമ്പ് അവരൊന്ന് തൊട്ടിട്ട് തിരിച്ചു പോരാം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഈ കബഡിയൊക്കെ കളിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു തൊട്ട് കളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബാറ്റൺ കരസ്ഥമാക്കി ഓടുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. അപ്പം നമുക്കത് എടുക്കാൻ പറ്റിയില്ല, മറ്റേ ആൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ ഓടിപ്പോയി അവരെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട ആ പോയിന്റ് നമുക്ക് കിട്ടും. ഓക്കെ, 5 ചാൻസ് ആണുള്ളത്. അപ്പോൾ സോ ദാറ്റ് ഒരാൾ എന്തായാലും 3 പ്രാവശ്യം ഇത് സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ മറ്റേ ആളെ തൊട്ട് തോൽപ്പിക്കുകയോ ചെയ്യുന്ന ആളായിരിക്കും വിന്നർ. ഓക്കെ, ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ്, ഗോ. വിടരുത്, അത് വിട്ടരുത്, വിട്ടരുത്. അവിടെ നിന്ന് ആലോചിച്ചത് പടയെന്ന് പിടിച്ചോണ്ട് സാധനം. ഓക്കെ, സെക്കൻഡ് കണ്ടോ ചാൻസ്. കണ്ടോ, ഇത് സംഭവമുണ്ട് കണ്ടോ. ഒരൊറ്റ ചവിട്ട് കൊടുത്തേ. Concentrate, concentrate. Keep going, keep going. എന്ത് പറ്റി? 2 ചാൻസ് ഉള്ളൂ. ഞങ്ങൾക്കൊരു സജഷനുണ്ട്. അപ്പുറത്ത് പോകണം, അവിടെ ഉള്ളത് വാക്ക്. On your marks, get set, go. ഇനി അപ്പുറം പോണെന്ന് പറയരുത്. ഒന്നുമില്ല. Last ഒരു chance ആണ് കളി, കേട്ടോ. ഒരു കളി നാണം കെടായിരിക്കാൻ ഇതിനെങ്കിലും ഒന്ന് ജയിക്കണം. കൊന്നേക്ക്, അവനെ കൊന്നേക്ക്, വിടരുത് അവനെ. അപ്പോ നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് അനന്തു ആണ്. അപ്പൊ അനന്തുവിന് നമ്മുടെ അഭിനന്ദനങ്ങൾ. മാത്രമല്ല നമ്മുടെ വക ഒരു കുഞ്ഞു സമ്മാനം ഉണ്ട്. ഉല്ലാസേട്ടാ, ഈ കോഴി ഫാമിന്റെ സ്കിറ്റ് കണ്ടപ്പോഴാ പണ്ടൊക്കെ എല്ലാ വീട്ടിലും കോഴിയും പശുവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? പശുവും കോഴിയും ഒക്കെ നമ്മുടെ വീട്ടിൽ വേണം. അപ്പോഴാണ് ഒരു വീടിനൊരു ഐശ്വര്യം ഉണ്ടാവുക അല്ലേ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എങ്ങനെ? എന്താ ഫ്ലാറ്റിൽ താമസിക്കുന്ന എന്നോട് പശുവിന്റെ കോഴിയുടെ കാര്യം പറഞ്ഞു. എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പശുവിനെയൊക്കെ അറിയാത്ത മലയാളി ഉണ്ടോ? അതുകൊണ്ടാ ചോദിച്ചേ. അത് എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഫ്ലാറ്റിലാണ് താമസം. ജനിച്ചപ്പോ തൊട്ട് ഫ്ലാറ്റിലായിരുന്നു ഉല്ലാസേട്ടൻ. പശുവിനെ നീ കണ്ടിട്ടില്ലേ? പശുവിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും വളർത്താനുള്ള വിടാൻ സമയം. അതെന്താ കാര്യം? എന്താ പശുവായിട്ട് ഇടപെടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അത് താല്പര്യമില്ല, അതുകൊണ്ടാണ്. എന്താണ് താല്പര്യക്കുറവ്? എന്താ നിനക്ക്? ഉല്ലാസ് ഇവിടെ കണ്ടോടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ ആണോ? ഉല്ലാസ് ആരാ? ഉല്ലാസ് അവിടെ ഉണ്ട്.
ഒരുമാതിരി പണി എൻ്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്ത് ആ പണി എൻ്റെ അടുത്ത് കാണിക്കരുത്. എന്തോ കാണിച്ചത്? 2 ആഴ്ചക്ക് മുമ്പ് എൻ്റെ പശുവിനെ മേടിച്ചിട്ട് പോയിട്ട് അതിന് പൈസ മുങ്ങി അടക്കാണ്. പശുവിനെ മേടിച്ചിട്ട് പോയി അതിൽ മുങ്ങി അടക്കാണ്. ഉല്ലാസേട്ടനല്ലേ ഇപ്പൊ പറഞ്ഞത് പശുവിനെ കണ്ടിട്ടില്ല, അറിയത്തില്ല. ആ ഈ പുള്ളി പശുവിനെ മേടിച്ചോ? ആ എൻ്റെ കയ്യിൽ മേടിച്ചത് 2 ആഴ്ചക്ക് മുമ്പ്. ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നേ? ഫ്ലാറ്റ് നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ 2 എരുത്തിൽ, അതായത് 2 തൊഴുത്ത് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ, അതിനോട് ചേർന്നൊരു കിണർ, പിന്നെ പകുതി ഓല പകുതി ഓടും. ഇതാണ് ഫ്ലാറ്റ്. നാളെ 2 ആഴ്ച കൊണ്ട് ഞാൻ പുറകെ നടക്കണം. നാളെ വൈകിട്ട് എൻ്റെ പൈസ കിട്ടിയിരിക്കും. കറക്റ്റാണ്. നാളെ വൈകുന്നേരം എന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ പൈസ തന്നിരിക്കണം. വൈകുന്നേരം എനിക്ക് പൈസ തരാൻ പറ്റില്ല. അതെന്താണ്? വൈകുന്നേരങ്ങളിൽ ഞാൻ പുഴയോരങ്ങളുടെ സൈഡിൽ പോയിരുന്നിട്ട് നയനസുഖമായ കാഴ്ചകൾ കാണാനാണ് ആഗ്രഹം. കുളിസീൻ കാണുന്നതിന് സാഹചര്യം. ഇതാണ് ഇയാളുടെ പരിപാടി. ഇതൊക്കെ മോശമാണ്. ഇയാൾ എന്ത് ചെയ്താലും എനിക്ക് നാളെ വൈകിട്ട് പൈസ കിട്ടിയേ പറ്റൂ. എനിക്ക് പശുവിനോട് താല്പര്യം. എന്തോ? എനിക്ക് പശുവിനോട് താല്പര്യമുണ്ടേ. വരും, കാണും. മിക്ക കാളകൾക്കും പശുവിനോട് താല്പര്യം വരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഞാൻ പശുവിനെ വളർത്തിയാൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവും. നിങ്ങൾ വളർത്തിയാൽ നല്ല ലാഭമായിരിക്കും. കാരണം പിണ്ണാക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട, തലയ്ക്കകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ എന്തൊരു മനുഷ്യനാണ് ഈ ഇയാൾ അതൊന്നും പറയണ. എനിക്ക് പൈസ തരണം. പശുവിനെ മേടിച്ചിട്ട് പൈസ തരണം. പക്ഷെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ പശുവിനെ വളർത്തുന്നത് ലാഭം തന്നെയാ. പശു നമുക്ക് പാല് തരും, ചാണകം തരും, എന്തൊക്കെ ഗുണങ്ങളാണ്. പാല് തരും, ചാണകം തരും, അങ്ങനൊന്നും പറയണ്ട. ചാണകം തരും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. എന്ന് വെച്ചാൽ ചാണകം ഇങ്ങനെ വരുവാ. പക്ഷെ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമല്ലേ, അത് തരുവാണ്. പിഴിഞ്ഞ് ഇടിച്ച് പിന്നെ ഈറ്റി ചുരുത്തടി ഇടുന്നത്. അതെങ്ങനെയാണ് തരുന്നത്? പിന്നെ മനസ്സറിഞ്ഞ് പശു തരും. നല്ല തൊഴി, അത്രയേ ഉള്ളൂ. അല്ല ഇങ്ങനെ തരും എന്ന് പറയരുത്. എല്ലാം കൂടെ അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഉല്ലാസേട്ടൻ ഇപ്പൊ എന്താണ് ഈ പശുവിനെ മേടിച്ചത്? അതറിയത്തില്ലേ? അത് അങ്ങനെ ചോദിക്കേ. പൂയത്തിൽ പൈ വന്നാൽ കയ്യിൽ കായ്. നല്ല രസമുണ്ട് കേൾക്കാനല്ലേ? എങ്ങനെയുണ്ട്? പട്ടി കയറി കൊണ്ട പോലെ സാഹചര്യം പറയാണ്. പശുവിനെ മേടിച്ചാൽ വല്ല ലാഭമുണ്ട്. പശുവിനെയോ? അവന് ലാഭമുണ്ട്. എനിക്ക് ലാഭം. പാലിനകത്ത് വെള്ളം ചേർത്തല്ലേ വിൽക്കുന്നത്, അപ്പൊ ലാഭം കിട്ടില്ലേ? കൊള്ള ലാഭം പറയരുത് കേട്ടോ. അതെന്താ? ഞാൻ പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. പിന്നെ നാട്ടുകാർക്ക് കൊടുക്കാൻ നേരത്ത് വെള്ളത്തിനകത്ത് ഒരു ശകലം പാല്, അല്ല ഞാൻ പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. സത്യം, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. ഞാൻ മനസ്സിലാക്കണം. താൻ എന്നെ പശുവിനെ തന്ന് പറ്റിക്കുകയല്ലായിരുന്നു. എന്താ പറ്റിച്ച്? എടോ താൻ ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ? പൂവാലി പശുവിനെ തരാമെന്നാണ് പറഞ്ഞത്. പൂവാലി പശുവിനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിന്റെ പാലിൽ എവിടെ ആയിരുന്നോ പൂവിരുന്നത്? പൂവാലി പശു തരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനു ബോധമുണ്ടായിട്ട് സംസാരിക്കുന്നത്? അതെന്താ എങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ പൂവാലി പൈസ തരാതിരിക്കാൻ വേണ്ടി ആവശ്യമില്ല ഡയലോഗ് ഒന്നും വിടണ്ട. മനസ്സിലായല്ലോ? നിനക്ക് പൈസ അത് പറഞ്ഞാൽ മതി. പൂവാലി പശുവിന്റെ വാലിൽ എവിടെ ആയിരുന്നു പൂവിരുന്നത്? പൂവാലി പശുവിന് പാലി പൂന്ന് ഈ കിടക്കുന്ന ജേഴ്സി പശുവിനെ ചോദിക്കണം. ഞാൻ ജേഴ്സി പശുവിനെ, ഞാൻ ജേഴ്സി ഇട്ട പശുവിനെ കൊണ്ടുകൊടുക്കാൻ ഇവനോട് പറഞ്ഞായിരുന്നല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാതിൽ കമ്മലിട്ട് നല്ല മണിമാല ഇട്ടൊരു പശുവാണ് ഞാൻ കല്യാണം കഴിപ്പിച്ച ശ്രീധരൻ തന്നു വിട്ട പോലാണ് ഇയാൾ പറയുന്നത്. ഇയാൾ അങ്ങനെ പറയണം. എനിക്ക് പൈസ തന്നെ വരത്തുള്ളൂ. എന്ത് പൈസ? എനിക്ക് പശുവിന്റെ പൈസ തരണം. ഇയാളൊരു കാര്യം അറിയാം? എന്താണ്? ഞാൻ പശുവിനെ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഞാൻ ഈ പശുവിനെ വാങ്ങിച്ചെന്തിനാ? എനിക്ക് കണി കാണുന്നതിന് വേണ്ടിയാണ്. രാവിലെ പശുവിനെ കണ്ടോണ്ടിറങ്ങാൻ ഭയങ്കര പൈസ ഞാൻ തരത്തില്ല. എന്താ തരാത്തെന്നോ? ആ പശു ഇന്നലെ രാവിലെ ചത്തു. അതെങ്ങനെ ഞാനെങ്ങനെ അറിയുന്നത്? തനിക്ക് സുഖമില്ലാത്ത പശുവിനെ എനിക്ക് തന്നത്. എങ്ങനെ ഏത് സമയത്താണ് മരിച്ചതെന്ന് പറയാം. ഞാൻ കണി കണ്ടങ്ങോട്ട് ഇറങ്ങി, അപ്പോഴത്തന്നെ ആ പശു ചത്തു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇദ്ദേഹം കണി കണ്ടിട്ട് പോയ ഉടനെ അത് ചത്തു. അപ്പോൾ ആ പശുവിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കും. ഇവനെ കണി കണ്ടതേ ഉള്ളൂ, ആ നിന്ന നിലയിൽ പശു ചത്തു വീണു. അപ്പോൾ എന്ത് വിരണമായിരിക്കും ഇവന്? അതൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പൊന്നനിയാ, എനിക്ക് ആ പൈസ വേണ്ട. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചാൽ ഞാൻ നിന്ന് കത്തും. അത്ര കയറണമാണ് നിനക്ക്. എനിക്ക് പൈസ വേണ്ട, നീ എടുത്തു. അല്ല വേണ്ട. എൻ്റെ കുടുംബത്തിലെ പൈസ എൻ്റെ കുടുംബം നിന്ന് കത്തും. അത്ര കയറണമാണ് അവന്. പിന്നെ എന്താണ് പശു ചത്തോണ്ട് പകുതി പൈസ വേണേ? എനിക്ക് പകുതിയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. നീ എടുത്തോളാൻ പറഞ്ഞില്ലേ? എൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ പോലും നീ അനിയാൻ നടക്കല്ലേ? എല്ലാം ഇത്രയും പിന്നെ മണ്ണ് വാരി മൂടിയിട്ടിട്ട്. നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു കലാപ്രകടനം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കോമഡി മസാലയുടെ ഈ വേദി ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രതിഭകൾക്കുള്ള ഒരു നല്ല വേദിയായി കോമഡി മസാല മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചിരിയും കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു എപ്പിസോഡിൽ. ബൈ. സത്യമാനി എനിക്ക് തേവയേ ഇല്ല 10 നാളാ സർക്കടിച്ച ബോധയേ ഇല്ല. ഒരു പാട്ട് പാടി തരട്ടെ? ഒരു പാട്ട് പാടുന്ന ഞാൻ നിനക്ക് പാടാൻ അറിയാവോടാ? ഒന്ന് പാടാം. പേടിപ്പിക്കുന്ന പാടൊന്നും പാടല്ലേ? പാട്ട് പാടും.
വാവാവം വാവാവം വാവോ വാവാവം. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. മിടുക്കൻ മിടുക്കൻ. ഞാൻ 5 കൊല്ലമായിട്ട് അഭിനയിക്കാൻ നടക്കുന്ന ഒരാളാണ്. ആ. പക്ഷെ എന്റെ അഭിനയമൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷെ പുള്ളി ഭാര്യ ഉപേക്ഷിച്ചു പോയി. അഭിനയമോഹം പക്ഷെ ഉപേക്ഷിക്കില്ല. Costume courtesy for Ashwadi, iMall Wedding Center. Ornaments courtesy for Ashwadi, Meenu Mart, Kollam. Gift sponsored by Barakat Jewels and Vismay Collections.